സീസൺ 7 മലയാളം. അപ്പോൾ ഇന്നലെ മറ്റേ കിച്ചൺ ടീമിൽ അനു ഉണ്ടായിരുന്നല്ലോ. അനുമോൾ ഉണ്ടായിരുന്ന സമയത്ത് ഫുഡ് എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പിയ സമയത്ത് കുറച്ച് കറി മാറ്റി വെച്ചിരുന്നു. പയർ തോരനായിരുന്നു എന്ന് തോന്നുന്നു. അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വിളമ്പാനായിട്ട് അതിൽ പോകുന്നു. അത് നമ്മൾ പറയുന്നു അങ്ങനെ വിളമ്പരുത്, കുറച്ച് ചോറ് ബാക്കിയുണ്ട്, അപ്പോൾ ചോറ് എക്സ്ട്രാ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ കറി. അപ്പോൾ അവിടെയുള്ളവർ പറയുന്നു അത് റേഷനാണ്, എല്ലാവർക്കും ഈക്വലി കൊടുക്കണമെന്നുള്ളത്. ഇതൊക്കെ എന്ത് ന്യായമാണ്? ഇപ്പോൾ ആക്ച്വലി അനുമോളെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അവിടെ ഈ ടീം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നൂറയ്ക്കറിയാം കിച്ചണിൽ ആകെ ചെയ്യാൻ അറിയാവുന്നത് ആർക്കാണ്? അനുമോൾക്കാണ്. അപ്പോൾ ഒന്നും അറിയാത്ത സാബുമാനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കുമ്പോൾ എന്താ അവിടെ ഉണ്ടാവുക? അവിടെ അടി ഉണ്ടാവും. അപ്പോൾ അനുമോൾ ചെയ്യുന്നത് ഇപ്പോൾ കറി ബാക്കി വെക്കുന്നു, ചോറ് ബാക്കിയുണ്ട്, പച്ചച്ചോറ് പിന്നെ തിന്നോ, കറി എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പച്ചച്ചോറ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പറയും കറിയില്ല, അത് അവിടെയുള്ള കിച്ചൺ ടീമിലെ കഴിവുകേടാണെന്ന് പറയും. പിന്നീട് അത് അങ്ങനെ തന്നെ വരും. അപ്പോൾ പിന്നെ വീണ്ടും കറി തീർന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ കറി ആരാ ഉണ്ടാക്കിയിട്ടത്? ആ കിച്ചൺ ടീം മെമ്പേഴ്സ് തന്നെയാണ്. മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വൺ ആൻഡ് ഓൺലി അനുമോൾ തന്നെയായിരിക്കും അതിൽ മുൻകൈ എടുത്ത് ചെയ്യേണ്ടത്, വേറെ ആരും ചെയ്യില്ല. അപ്പോൾ അനുമോളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനാണ് അവരവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ആദിലായിരുന്നാലും നൂറയായിരുന്നാലും ഒരു 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 ടോക്ക് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ അനുമോളെ പറ്റി എന്താ, അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളെ ഒറ്റ കൊടുക്കുന്നതല്ല ഫ്രണ്ട്ഷിപ്പ്. ഇതിന് മുന്നേ ശൈത്യ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആദിലായിരുന്നാലും നൂറയായിരുന്നാലും ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ പറയുന്നുണ്ട്, അതായത് അനുമോൾ PR-ൻ്റെ ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അതൊരു ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഫ്രണ്ട്സ് സർക്കിളിൽ നിൽക്കുന്ന ഒരാൾ അങ്ങനെ പറയുന്നത് തെറ്റ് തന്നെയാണ്. അതായത് അവരുടെ ഉള്ളിലുള്ളത് പറഞ്ഞു വന്നതാണ് അവർ ഇല്ലേ? അത് ഉള്ളിലുള്ളത് പുറത്ത് വന്നു അവരുടെ, അതായത് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവും അത് ഉള്ളിൽ വെച്ചിട്ടാണ് അവരൊരു ഫ്രണ്ട് സർക്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്തത്. അതിലാണോ നൂറയെന്ന് അറിയില്ല, അതിൽ ആരോ ഒരാളാണ് പറഞ്ഞത് PR-ൻ്റെ ബലത്തിലാണ് അനുമോൾ ഇവിടെ നിൽക്കുന്നത്. വെരി ബാഡ് ഫ്രം ദെയർ സൈഡ്. അങ്ങനെ പറയരുതായിരുന്നു. PR-ൻ്റെ ബലത്തിലാണ് നിന്ന്. അപ്പം അവരും ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റ് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവരെ പോലെ ആയിപ്പോയി. അപ്പോൾ അത്രയ്ക്കും വിശ്വസിച്ചതായിരുന്നു അനുമോൾ ഈ ആദിലയും നൂറയും. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നത് അനുമോൾക്ക് ഒട്ടും സഹിച്ചില്ല. പിന്നെ അത് പറഞ്ഞപ്പോഴത്തേക്ക് അനുമോൾ എന്താ പറഞ്ഞത്? അനുമോളും പറഞ്ഞു. അപ്പോൾ അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് അനുമോൾ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ഫെയിം ഉള്ളത് കൊണ്ടല്ലേ അനുമോളുടെ കൂടെ നിന്നതെന്നുള്ളത്. അത് ആരായിരുന്നാലും പറഞ്ഞു പോകും.